ജോസ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്, അങ്ങാടിക്കടവ്. ഇവിടുന്ന് എൻ്റെ ഭാര്യ ലീലമ്മ ജോസ് അവിടെ സർജറി ചെയ്ത് മരണപ്പെട്ടു പോയി. ആശുപത്രിയിൽ നിന്ന് ജോസ് ചാക്കോ വലിയൂറായിരുന്നു. 2015 നവംബർ മാസം 17-ാം തീയതിയാണ് മരണപ്പെട്ടത്. 5 മാസം അവിടെ ആശുപത്രിയിലായിരുന്നു. ഇൻഫെക്ഷനായി എന്നിട്ട് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിനെതിരെ കേസൊക്കെ കൊടുത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എൻ്റെ ബന്ധുക്കൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം ശ്രീകത്തിലെ ഡോക്ടർമാർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത്. എന്നിട്ട് 4-ാം ദിവസം ബോഡി ഇവിടെ അങ്ങാടിക്കടയിൽ കൊണ്ടുവന്ന് അടക്കിയത്. ആശുപത്രിയിലെ ജോസ് ചാക്കോ വലിയൂറാണ് സർജറി ചെയ്തത്. അണുക്കൾ ബാധിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായിരുന്നു? ബ്ലഡിൽ അണുക്കൾ ബാധിച്ചെന്ന പനിയായിരുന്നു. അതിന് ആന്റിബയോട്ടിക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു. ന്യൂമോണിയ പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിക്കും. ആന്റിബയോട്ടിക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു. അങ്ങനെ 5 മാസം അവിടെ ഞങ്ങൾ കടന്നു. അവിടുന്ന് 10-20 ലക്ഷം രൂപയും പോയി, ആളും പോയി. അവിടെ കേസ് ഇപ്പോഴും നിലവിലുണ്ട് പോലീസ് സ്റ്റേഷനില്. ഇത് ഏത് വർഷമായിരുന്നു മരിച്ചത്? 2015 നവംബർ 16-ാം തീയതി. പേഷ്യന്റിന്റെ പേരെന്തായിരുന്നു? ലീലാമ്മ ജോസ്. സ്ഥലം എവിടുന്ന? അങ്ങാടിക്കടവ്, ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, അങ്ങാടിക്കടവ്. ഈ കണ്ണൂരിൽ നിന്ന് എങ്ങനെയാ നമ്മൾ എറണാകുളത്ത് എത്തിയത്? അതായത് അത് സഭയുടെ ഹോസ്പിറ്റലാണോ, അച്ഛന്മാരൊക്കെ നടത്തുന്നതാണല്ലോ, സിസ്റ്റേഴ്സിന്റെ ഹോസ്പിറ്റലാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അവിടെ വന്നത്. നമ്മൾ കത്തോലിക്കരാണോ? ഞങ്ങൾ കത്തോലിക്കലാ. അപ്പൊ അങ്ങനെ അവിടെ വരേണ്ട വന്നത്. അപ്പൊ ഞാൻ ജോസ് ചാക്കോ വലിയൂർത്തിനെ കണ്ടായിരുന്നു. എൻ്റെ മോനും മോളും കൂടി ആദ്യമേ വന്നത്. അവിടെ വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തു. എന്നിട്ട് 5 പല്ലിന് കേടുണ്ട്, പല്ല് പറിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് 15 ദിവസം മുമ്പ് അവിടെ വന്ന് കണ്ടിട്ട് തിരിച്ച് ഇവിടെ വന്ന് പല്ലൊക്കെ പറിച്ചിട്ട് തിരിച്ച് അവിടെ വന്ന് അഡ്മിറ്റായി. അങ്ങനെ സർജറി ചെയ്തു. അങ്ങനെ ആള് മരണപ്പെട്ടു പോയി. ഇപ്പം 9 വർഷം കഴിഞ്ഞു. ഞാനിവിടെ ആവിലപ്പള്ളി, കണ്ണൂർ ജില്ലയിലെ ആവിലപ്പള്ളിയിൽ അവിടെ അച്ഛൻ്റെ കൂട്ടത്തിൽ ആശ്രമത്തിലാണ്. വൈഫിന് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, അതോ പെട്ടെന്ന് എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ വന്നു പോയതാണോ? ശ്വാസംമുട്ടലായിരുന്നു. ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെച്ചതായിരുന്നു. മാറ്റിവെച്ചു 5 ദിവസം. അവിടുന്ന് ഞങ്ങൾ സാറിന് റോഡിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറി. 1 മാസം കഴിയുമ്പോൾ മരണമെന്ന് പറയുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു മാത്യു അച്ചാറിന്റെ ഹൃദയം മാറ്റിവെച്ച്. ആ കാലഘട്ടമായിരുന്നു. മാത്യു അച്ചാറിന്റെ ഹൃദയം മാറ്റിവെച്ചില്ലേ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു പുള്ളിയുടെ. ആ സമയത്തായിരുന്നു, ഞങ്ങളവിടെ വന്ന സമയത്തായിരുന്നു അതൊക്കെ. അപ്പൊ മാത്യു 1 മാസം കഴിഞ്ഞ് വന്നപ്പോഴും ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. മാത്യു 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കണ്ടു. കേസ് കൊടുത്തുകൊണ്ട് ഭയങ്കര എതിർപ്പായിരുന്നു. എന്നിട്ട് ഞങ്ങളെ PRA വന്ന് കണ്ടു. ഈ LIC ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ PRAയുടെ ഇത് വേണം, കത്ത് വേണമല്ലോ. അതിന് ഞാനവിടെ വന്നായിരുന്നു. അപ്പൊ അവര് അതിലെഴുതി തന്നത് പല ഹോസ്പിറ്റലിലും കാണിച്ച് രോഗം കൂടിയപ്പം ഇവിടെ വന്നതാണ്. ദൈവത്തിന്റെ കുറവ് കൊണ്ട് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. മക്കളൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ഞാനിത് മൊബൈലിൽ ഇത് കണ്ടു. അന്നേരം പറഞ്ഞ DC ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം നേരത്തെ മുതലേ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നോ? എന്തുവായിരുന്നു അവസ്ഥ? ശ്വാസംമുട്ടലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി കാണിക്കും, മരുന്ന് കൊടുക്കും, കുറച്ച് കുറയും. അങ്ങനെ 2-3 ഈ ഹോസ്പിറ്റൽ. ഹാർട്ടിന്റെ വാൽവിന് പ്രോബ്ലം ആണെന്ന് എവിടെ വെച്ച് ഐഡന്റിഫൈ ചെയ്തത്? അത് 2-3 ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. കോഴിക്കോട് ബേബി കാണിച്ചു, ധനലക്ഷ്മി കാണിച്ചു. കണ്ണൂർ ധനലക്ഷ്മിയിൽ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. അവിടുത്തെ ഡോക്ടറെ പറഞ്ഞു ഇങ്ങനെ ജോസ് ചാക്കോ വലിയൂർ നല്ല ഡോക്ടറാണ് ഹാർട്ടിന്റെ. ഈ ജോസ് ചാക്കോ പെരിയപുറത്ത് തന്നെ കാണണമെന്ന് ആരാ റെഫർ ചെയ്തത്? ധനലക്ഷ്മിയുടെ ഡോക്ടറാണ് പറഞ്ഞത്, ഹാർട്ടിന്റെ ഡോക്ടറാണ്. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ എന്താ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, അവിടെയൊക്കെ നല്ല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, പിന്നെ കണ്ണൂരും കോഴിക്കോടൊക്കെ, പിന്നെ നിങ്ങൾ എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ഇതെ സംബന്ധിച്ചോളം നല്ലൊരു അഭിപ്രായമാണ്. DC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നല്ല പേര്, നല്ല ഇതുണ്ടല്ലോ, സിസ്റ്റേഴ്സ് നടത്തുന്ന ആണല്ലോ, മാരൊക്കെ നടത്തുന്ന ആണല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ദൈവത്തിന്റെ ഇത് ദൈവം വിളിച്ചു, ഇങ്ങനെ പോയി. അപ്പൊ എന്നിട്ടും സർജറി കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരുന്നു? ഞങ്ങളെ അവിടുന്ന് റിച്ചാർജ് ആയി. സർജറി ചെയ്ത് കുഴപ്പമില്ലായിരുന്നു. 5 ദിവസം കഴിയുമ്പോൾ റിച്ചാർജ് ആയി. ഞങ്ങൾ സാറും റോഡിൽ ഒരു ഫ്ലാറ്റ് എടുത്തായിരുന്നു അവിടെ. 1 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞു. അപ്പം പോയിട്ട് പിന്നെ 1 മാസം കഴിയുമ്പോൾ പിന്നെയും വരണ്ടേ, എന്നാൽ ഞങ്ങൾക്ക് 1 മാസം കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ആ സാറിൻ റോഡിലെ ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ 5 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പനിച്ചപ്പോൾ പിന്നെ വേഗം ആ ഫ്ലാറ്റിന്റെ ഓണറെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ആ കിടപ്പ് അവിടെ ഞങ്ങള് 5 മാസം അവിടെ കിടന്നു. ആന്റിബയോട്ടിക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്ത് ഇങ്ങനെ മരുന്ന് മേടിച്ചു കൊടുക്കണം. പറയുന്ന മരുന്ന് അന്നേരം അവിടെ കൊണ്ടുപോയി പൈസ അടച്ച് മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം. പൈസ കുറഞ്ഞാൽ അവർ മരുന്ന് തരികയില്ല. 10 രൂപ കുറവുണ്ടെങ്കിൽ പോലും അവിടുന്ന് ഒരു മരുന്ന്. അപ്പൊ സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈശോയുടെ രൂപം ഇങ്ങനെ. അന്നേരം പറഞ്ഞു, ഇത് വൈകിട്ട് ഈ കമ്പ്യൂട്ടറിൽ കണക്ക് നോക്കുമ്പോൾ പൈസ കുറവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ വിഷമം. വൈകിട്ട് കണക്ക് നോക്കുമ്പോഴേ 10 രൂപ കുറവുണ്ടെങ്കിൽ പോലും അവരൊരു കൺസെന്റ് തന്നിട്ടില്ലായിരുന്നു.
ആയിരുന്നു അവിടുത്തെ രീതി. അവിടെ അപ്പൊ ആശുപത്രിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഇൻഫെക്ഷൻ ആയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇൻഫെക്ഷൻ ആയതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഇൻഫെക്ഷൻ ആയതായിട്ടാ കാണിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നു, ചെയ്യാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ സ്വാഭാവികം പറഞ്ഞ പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലിലേക്കും മെസ്സേജ് കൊടുത്തു. അവർക്ക് പിടിപാടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് അവിടെ ചെയ്തു. പിന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി. എൻ്റെ അനിയത്തി വന്നായിരുന്നില്ല, അപ്പൊ അവള് പിന്നെ വാശിയായി. അങ്ങനെ ആലപ്പുഴ കൊണ്ടുവന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലാഞ്ഞിട്ട് തിരുവനന്തപുരം ശ്രീഹത്തിൽ നിന്ന് 5 ഡോക്ടർമാർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് 4-ാം ദിവസം കൂടി ഇവിടെ കൊണ്ടുവന്ന് അടക്കിയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.